അതൊരു അംഗീകാരമല്ലേ? അതെ, അപ്പം മാഷ് എഴുതിയിട്ടുണ്ട് എൻ്റെ പാട്ടുകളെ പറ്റി, എൻ്റെ ഗാനങ്ങളെ പറ്റി എഴുതി. അപ്പം മാഷ് എഴുതിയത് കൈതപ്രത്തിൻ്റെ കയ്യിൽ ഒരു ത്രികാലജതി മീട്ടുന്ന ഒരു തമ്പുരുണ്ട്, സന്ധ്യകളുടെ ത്രിസന്ധ്യകളുടെ തമ്പുരുണ്ട് എഴുതിയിട്ടുണ്ട്. കഥാകൃത്ത് നമ്മളെ പത്മനാഭ പപ്പാട്ടൻ എഴുതിയിട്ടുണ്ട്. അയാൾ കളിവീട് മൂളിക്കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ വലിയ അങ്ങനെ എഴുതല്ലോ പുള്ളി, ഒരാളെ അതിനകത്ത് കൊള്ളിക്കൊള്ളിക്കില്ല. എന്നോട് അത് കണ്ടില്ലേ, ഞാൻ വന്ന് കണ്ടു. അതുപോലെ വാസുവേട്ടൻ എനിക്ക് എൻ്റെ കവിതയ്ക്ക് അവതാരിക ചെയ്യുന്നു. അതിൽ കൈതപ്രത്തിൻ്റെ കവിതകൾ ഞാൻ വായിച്ചതല്ല, ആദ്യം അത് കേട്ടതാണ്. അത് നമ്മളിങ്ങനെ തൊടും. അതിലത്തെ തീച്ചാവണ്ടിയും പിന്നെ ഗ്രാമങ്ങളും ചൂട്ടും പിന്നെ പന്തമൊക്കെ നമ്മുടെ ദേഹത്ത് തൊടുന്ന പോലെ തോന്നുന്നു. അത്ര നന്നായിട്ട് എഴുതിയിട്ടുണ്ട് വാസുവേട്ടൻ. ദിലീപിൻ്റെ സിനിമകളുടെ ഒരു ഘട്ടമുണ്ട്, അത് പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാ വസന്തം. അതുപോലെ ഇഷ്ടത്തിലെ പാട്ട് ഞാൻ ഇഷ്ടത്തിൽ 2-3 ഉണ്ട്. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി എന്നോമന കിന്നാരം, കണ്ടു കണ്ടു കണ്ടില്ല. അത് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, മറ്റേ നമ്മുടെ ഉദയഭാൻ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്രാവശ്യത്തെ അവാർഡിന് എൻ്റെ പേരാ പരിഗണിക്കേണ്ടിയിരുന്നത്. ആ പാട്ടാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലളിതഗാനം. മറ്റേതൊക്കെ ഗാനഗംഭീരമായിട്ട് പട്ടണത്തിന്, ഇതാണ് ലളിതഗാനം, അതാണ് സിനിമ പാട്ട്. അല്ലാതെ എടുത്താൽ പോകാത്ത പാട്ടൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ പാട്ടാണ് ഇപ്രാവശ്യം അവാർഡ് വേണ്ടത്. ജോൺസൺ മാഷിൻ്റെ പറയുമ്പോൾ തൂവൽ കൊട്ടാരം നല്ല പാട്ടാണ്. അയ്യോ, തൂവൽ കൊട്ടാരത്തിലെ അക്കൊല്ലം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല ലളിത പാട്ടിന്. ആദ്യമായി കണ്ട പാതി പൂമുഖം. അതിൽ വിശ്വാസം സാറ് പാടുമ്പോ പൂമുഖം ഭയങ്കര രസമല്ലേ? കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഖി, ഭയങ്കര രസമല്ലേ? ഉറങ്ങും കനവിനെ എന്തിനു വെറുതെ മെല്ലെ ഉണർത്തി. അതുപോലെ അതിൽ പറയുന്നുണ്ട് പാതി വിരിഞ്ഞാൽ കൊഴിയുവതല്ലൻ. അത് രണ്ടാമത് പാടുന്ന രസം. പാതി വിരിഞ്ഞാൽ കൊഴിയുവതല്ലൻ പ്രണയമെന്നല്ലോ പറഞ്ഞു നീ. രസമല്ലേ? അങ്ങനെ പാതി വിരിഞ്ഞാൽ കൊഴിഞ്ഞു പോകുന്നതല്ല എൻ്റെ പ്രണയം. ഒരു ഉമ്മ കൊണ്ട് മാത്രം ഉണ്ടെന്നാലും പാതി വിരിഞ്ഞാലും വീഴില്ല. അസാധ്യ പാട്ടാണ് അത്. ഈ ഡ്യൂറ്റ് ആകുമ്പോൾ രണ്ടാളും അവരുടെ ഭാഗത്തു നിന്ന് പറയുന്ന പോലെ തോന്നണം, അതിന് മറുപടി കൃത്യമായിരിക്കണം എന്നാണ് എൻ്റെ ചിന്ത. നീ അങ്ങനെ പറഞ്ഞപ്പോൾ പാതി വിരിഞ്ഞാൽ കൊഴിയതല്ല. ഈശ്വരം കേട്ട ഈശ്വരം കേട്ട നാൾ താനേ പാടിയ ഗുരു എന്റെ കിനാവിൻ താഴമ്പൂവില് ഉറങ്ങി നീ ശലഭമായി. രജനീഷ് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ശരിയത്. ഓ, അത് നല്ല ഭാവന. താഴമ്പൂവിൽ ഉറങ്ങുന്ന ശലഭം, അതാണ് നീ പറഞ്ഞാല് പ്രണയത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു സംഭവം. അതുപോലെ കിനാവിലായതുകൊണ്ട് നമുക്ക് സങ്കല്പിക്കുകയും ചെയ്യാം. ലോജിക്ക് വേണം. കിനാവിന്റെ താഴമ്പൂവിലാണ് ഉറങ്ങുന്നത്. അതെ, ആ ശലഭം എപ്പോഴും പൂവിൽ ഉറങ്ങുമല്ലോ. എന്നിട്ട് അവസാനമാണ് എന്തെങ്കിലും കാറ്റ് വരുമ്പോഴാണ് അനങ്ങുന്നത്. അത്രയും നേരം ആസ്വദിച്ചിട്ടുണ്ട്. സുഗന്ധവും സമീപവും തേനും എല്ലാം അതിന് ഇഷ്ടപ്പെട്ടതാണ്. രസമുള്ള പാട്ട് പാടിക്കുന്നതും ഒക്കെ. അതെ, തീർച്ചയായിട്ടും ആവർത്തിച്ച് എനിക്ക് തോന്നുന്നു അതൊന്നും ഇനി മരിക്കില്ല. എവർഗ്രീൻ ആണ്. മലയാളം ഉള്ളിടത്തോളം കാലം ആ പാട്ടും എക്സിസ്റ്റ് ചെയ്യും. നാട്ടുമാവിൻ കൊമ്പിലെ ആരുമറിയാ ചില്ലയിൽ കൂടുമെനയും കിളിയുടെ കനവുകളിൽ സ്നേഹോദയം. കൂടായി കഴിഞ്ഞാൽ പിന്നെ സ്നേഹിക്കാലോ, കൂടാലോ. പക്ഷെ ആരുമറിയാ ചില്ലയിലാണ് കൂടുമെനയുള്ളത്. അതെ, അങ്ങനെയല്ല അതിന്റെ നമ്മൾ കാണൂലല്ലോ. കുയിലിന്റെ കൂട് നമ്മൾ ഒരിക്കലും കണ്ടില്ല. കുയിലിന് കൂടില്ല എന്നാ പറയാ, പക്ഷെ കൂടുണ്ട്, ഉണ്ടാവുമല്ലോ. എവിടെയെങ്കിലും ആരും അറിയാച്ചില്ലേലായി. അങ്ങനെയാണ് കുയിലാകുമ്പോ അങ്ങനെയാണല്ലോ. അതാണ് ആരും അറിയാതെ. അതെ, പ്രണയം അങ്ങനെയാണല്ലോ. അതെ അതെ, ആരും അറിയാതെ വിചാരിക്കും, പക്ഷെ ലോകത്തിന് മുഴുവൻ അറിയാം. മറക്കുമോ നീ എന്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം. അതില് തെളിയാത്ത പേന കൊണ്ട് എൻ്റെ കൈവെള്ളയിൽ എഴുതിയ ചിത്രങ്ങൾ മറന്നുപോയോ, വടക്കിനിക്കോലായിൽ വിഷുവിളക്കറിയാതെ ഞാൻ തന്ന കൈനീട്ടം ഓർമ്മയുണ്ടോ. വടക്കിനിക്കോലായിൽ വിഷുവിന് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതറിയാതെയായിരുന്നു അവരുടെ പ്രണയം. അതാണ് ആ വിളക്ക് പോലും അറിയാതെ ഞാൻ തന്ന കൈനീട്ടം. അതെ അതെ, ആയിരിക്കല്ലോ, ഇരുട്ടിലായിരിക്കും.
പിന്നെ ഇരുട്ടത്തെന്ത് കൈനീട്ടം കൊടുത്തു എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അതാ ശരി. നമ്മുടെ ഭാവന. അതാണ് ഇത്. അവരവർക്ക് അവരവരുടേതായ ആർക്ക് അനുഭവങ്ങൾ ഉണ്ടാവും. ഇഷ്ടംപോലെ പറയാം. അമ്മമാരാണെങ്കിൽ പൊൻപണാന്നൊക്കെ പറയും. കാമുകനാണെങ്കിൽ ഉറപ്പാ ഒരു ചുമ്മനാണെന്ന് പറയും. കിട്ടിയ തരത്തിന് അത്രയും ഉണ്ടാവും. സാറ് സംഗീത സംവിധാനം ചെയ്ത കുറേ സിനിമകളുണ്ട്. അതെ. അതില് എനിക്ക് രസമുള്ളൊരു പാട്ടെന്ന് പറയുന്നത് ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി. ആ, ഉദയപുരം സുൽത്താൻ. നിന്റെ കുപ്പിവള കിലുക്കം. അപ്പൊ ഒരു കിലുക്കമുണ്ട്. കൊഞ്ചുന്ന താളത്തിൽ ശൃംഗാരമോതുവാൻ എനിക്ക് മോഹം. അപ്പൊ അവിടെ നിന്ന് മോഹങ്ങൾ 100 മോഹങ്ങൾ എന്ന് പറയുന്ന സാധനമില്ലേ, അതിന്റെ ആ ഒരു ടെമ്പോ ഇല്ലേ സാറേ, ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി. ആ സാധനം അതൊരു പഴയ ശൈലി. ആ, അത് മ്യൂസിക് ചെയ്യുമ്പോൾ സാറിന്റെ മനസ്സിലൊരു എന്തായിരുന്നു, ചെയ്തു കഴിയുമ്പോൾ ഒരു ഹർഷം എന്തായിരുന്നു? അതുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു താളം തന്നെ ഞാൻ മനസ്സിലാലോചിച്ചത്. ഒരു നാടോടി എൻ്റെ ചുറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്ത് എന്ന് പറയുന്നത് നമ്മളെ ഇവിടെയാണ്, അറിയില്ലേ ഇത്? ആ മന്ദാരക്കടവുണ്ട് ശരിക്കും. ആറാട്ടുപുഴ. ഓ, ശരിക്കും മന്ദാരക്കടവുണ്ട്. ഓ, അതാണ് ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോകുന്നൊരു രണ്ടർത്ഥമുണ്ടല്ലോ. ആ ഓളം, പിന്നെ പൊന്നു പോലെ പൊന്നോളം പോകുന്നൊരു തമ്പുരാട്ടി. ഈ ഓളം പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നീലരാവിൽ ഇന്നും നിന്റെ താരഹാരം ഇളകി. അപ്പം ആ രാവിലെ ശരിക്കും ഓളങ്ങൾ ഇങ്ങനെ പോയതാണോ സാറ്? താരഹാരം എന്നുള്ള അങ്ങനെ ആയിരിക്കാം. മറ്റേ പിന്നെ താരം നക്ഷത്രങ്ങളുണ്ട്. ഓളം ഇങ്ങനെ 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 വെട്ടി വെട്ടി പോകുമ്പോൾ ഹാരം പോലെ ആ ഓളത്തിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ പിടിപ്പിക്കും. ഇതിന് രാത്രിയെ പറ്റി പറയുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കുമാരനാശൻ. താരഹാരം ഇരുളാം കജം വിധുസ്തേഹവത് വക്ത്രം ഇവ പൂണ്ട രാത്രി. താരഹാരം ഇരുളാം കച്ചം, ഇരുളായ മുടി, വിധുസ്മേര വക്ത്രം, ചന്ദ്രന്റെ മുഖം, ഇവ പൂണ്ട രാത്രി. അങ്ങനെയുണ്ട്. താരഹാരം തന്നെ പറയാം. രണ്ട് രീതിയിലും പറയാം. ഞാൻ ശരിക്കും ഈ ഓളത്തിലാണ് കണ്ടത്. അപ്പം എന്തായിരിക്കും അങ്ങനെ ഇളകിയത് എന്നൊക്കെ ആലോചിച്ചു. അപ്പൊ അങ്ങനെ നക്ഷത്രത്തിന് ചെറിയൊരു കുഞ്ഞുറക്കത്തെ കുറിച്ച് പറഞ്ഞിട്ട് അതുപോലെ ആകാശദീപം ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ഞാൻ സങ്കല്പിച്ചതുപോലെയല്ല, സാറ് പറഞ്ഞത് കുഞ്ഞുറക്കം, ചെറിയ ഉറക്കം. അതാണ് കുട്ടികൾ ഇടയ്ക്ക് ഞെട്ടും വീണ്ടും ഉണരും പോലെ. ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നത് ദൂരെയാണല്ലോ നക്ഷത്രങ്ങളെ കാണുന്നത്, വലുതാണെങ്കിലും നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതാണല്ലോ. അപ്പൊ കുഞ്ഞായിട്ട് ആണ് നമ്മളത് കരുതുന്നത്. സത്യത്തിൽ കുഞ്ഞുറക്കമാണ്. ക്ഷണക്കത്തിലെ എല്ലാ പാട്ടുകളും മംഗളങ്ങളരുളും സത്യമായിട്ട്